ചികിത്സാ പിഴവ് ആരോപണത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വാർത്തകൾ വെച്ചിരുന്നു. ഷംന, ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിന്റെ സ്വഭാവത്തിലേക്ക് പ്രതിഷേധം പോകുന്നുണ്ടോ? ഹാഷ്മി, നിലവിൽ സംഘർഷ സാധ്യതകളില്ല. പക്ഷേ ബി.ജെ.പി. ഇപ്പോൾ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ചികിത്സാ പിഴവ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ DMOക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. അതായത് ആദ്യം ഈ കുട്ടി വീണ് പരിക്കുപറ്റി കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിന് ചികിത്സിക്കാതെയാണ് ബാൻഡേഡ് ഇട്ടത്. അതുകൊണ്ടാണ് മുറിവ് പിന്നീട് പഴുത്ത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അതിനിടക്ക് രണ്ടാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ വന്നതുപോലും കുട്ടിക്ക് അസഹനീയമായ വേദന ഉണ്ടായിട്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായും ആശുപത്രി ഇന്നലെ തള്ളിയിരുന്നു. അതായത് രണ്ടാമത്തെ ദിവസം കുട്ടിക്ക് വേദന ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ കൈവിരലുകൾ അനക്കി നോക്കിയിരുന്നു. ഒരു രക്തയോട്ടത്തിനോ മറ്റോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്നലെ DMO നമ്മളോട് വ്യക്തമാക്കിയത്. അതൊക്കെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. ആരെയും രക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞോ ഇത് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വലിയ രീതിയിലുള്ള നടപടി, അതായത് കർശനമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി. ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്നത്. നേരത്തെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ എത്തുന്നുണ്ട്. ഇന്ന് DMOയുടെ നേതൃത്വത്തിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് മാറ്റിവെക്കുകയുണ്ടായി. എന്തായാലും സംഭവത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണില്ല. മറിച്ച് കൃത്യമായ അന്വേഷണം നടക്കും. ഈ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പിഴവുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.